ഡിസ്കറേജിങ് ഇൻറ്റ്യൂഷൻ ആസ് ഇറ്റ് ഹാമ്പേഴ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഐഡിയാസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഒരു പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്നതായിരിക്കരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ വായിച്ചാൽ തന്നെ അറിയാം അല്ലേ, 3 ഓപ്ഷൻസ് നമുക്ക് ഒരേപോലെ തോന്നും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്താണ് ഫോർമൽ എക്സാമിനേഷൻ എന്നൊരു കാര്യത്തെ പറ്റി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇതിൽ ഓഡ് വൺ ഔട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ പറ്റി അതിൽ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം അല്ലേ. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പം നമുക്കറിയാം സീറ്റഡ് എക്സാമിന് അല്ലെ, അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഈ വർഷത്തെ 2ാമത്തെ സീറ്റഡ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഈ വരുന്ന ഏപ്രിൽ മാസം 2-ാം തീയതി വരെ നിങ്ങൾക്ക് സീറ്ററ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അല്ലെ. പലരും കേട്ടറ്റ് എക്സാമിന്റെ തിരക്കിൽ സീറ്ററ്റിന് അപ്ലൈ ചെയ്യാൻ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം പലരും മറക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ തവണ എന്ത് ചെയ്തിട്ടുണ്ട്, സീറ്ററ്റ് പെട്ടെന്ന് തന്നെ അല്ലെ, കഴിഞ്ഞ സീറ്ററ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിസൾട്ട് വന്നു. അടുത്ത സീറ്ററ്റ് എക്സാമിനുള്ള നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഒരുപാടുണ്ട്. കാരണം എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ 7-ാം തീയതിയാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അറിയേണ്ട കാര്യം സീറ്ററ്റ് എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. സീറ്ററ്റ് എക്സാമിനെ സംബന്ധിച്ച് നമ്മളെ കേട്ടിട്ട് പോലെ തന്നെ 150 മാർക്കിലാണ് എന്ത് ചോദിക്കുന്നത്, അതിൽ എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത് 150 മാർക്കിനാണ്, നെഗറ്റീവ് മാർക്കില്ല. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്ററ്റിന് നമ്മുടെ സബ്ജക്ട് ഏരിയയ്ക്കും അതേപോലെ തന്നെ പെഡഗോജി പാർട്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇപ്പം മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 15 മാർക്ക് മാത്സിലെ കണ്ടന്റ് ഏരിയയും ബാക്കി 15 മാർക്ക് എന്താണ്, അതിലെ പെഡഗോജി പാർട്ടുമാണ്. അപ്പൊ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്വസ്റ്റിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇത് സീറ്ററ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറ്ററ്റ് എക്സാമിന് ഇതിനു മുൻപ് ഉള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള മാത്സിലെ പെഡഗോജി പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ കണ്ടന്റ് ഏരിയ അല്ലെങ്കിൽ മാത്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പെഡഗോജി പാർട്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റിയ ചോദ്യമാണോ, അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ സീറ്ററ്റ് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഇൻ പ്രൈമറി സ്റ്റേജ്? ഇവിടെ എന്താണ് ചോദ്യം, നമുക്ക് ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡാറ്റ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ വെച്ചിട്ടാണ് കൂടുതൽ ഈസി ആയിട്ട് പ്രൈമറി ക്ലാസ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഷോയിങ് പോപ്പുലേഷൻ സെൻസസ് ഓഫ് എ സിറ്റി ഫോർ 5 years ആൻഡ് ആസ്ക് സ്റ്റുഡൻസ് ടു കമ്പയർ പോപ്പുലേഷൻ ഗ്രോത്ത്. Option B, drawing bar graph on the blackboard and asking students to read the data from it. Option C, asking the students to read timetable of bus and train timings. Option D, within classroom, collecting statistics of students' height, favorite food, color, cartoon, etc. and ask questions related to data. അപ്പൊ ഇതിൽ ഏതായിരിക്കും പ്രൈമറി ക്ലാസ്സുകളിൽ ഡാറ്റ ഹാൻഡ്ലിംഗ് നമുക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്കിത് വായിച്ചാൽ തന്നെ അറിയാം അല്ലെ, പ്രൈമറി ക്ലാസ് ആണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരെ ഡാറ്റ കളക്ട് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അത് എവിടെ നിന്ന് തന്നെ എടുക്കാം എക്സാമ്പിൾ, അവരുടെ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് അവരെ പഠിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ സെൻസസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കല്ലേ, സെൻസസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് എന്താന്ന് പോലും അറിയാത്തൊരു പ്രായമാണ്. അപ്പൊ ഈ ഒരു മെത്തേഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കിയെടുക്കാൻ. അതിന് പകരം നമ്മൾ ക്ലാസ് റൂമിലെ സിറ്റുവേഷൻ തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്, ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അസസ്മെന്റ് ഓഫ് ലേണേഴ്സ് ഇൻക്ലൂഡ് ഓപ്ഷൻ എ കോഗ്നിറ്റീവ്, സോഷ്യൽ, സ്പിരിച്വൽ ഡൊമൈൻസ്. ഓപ്ഷൻ ബി ഫിസിക്കൽ, psychological domains. Option C, cognitive and physical domains. Option D, cognitive, affective and psychomotor domains. നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യം അസസ്മെന്റിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ബിഎഡിനും അതേപോലെ തന്നെ DLEDനൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മളൊരു കുട്ടിയെ അസസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ഡൊമൈനിൽ നമ്മൾ അസസ് ചെയ്യേണ്ടി വരും?
ഏതൊക്കെ ഡൊമൈനിൽ വേണം? നമ്മൾ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ അസസ് ചെയ്യുന്നത്? അല്ല അല്ലെ, നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അസസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് റോങ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെ. ഇനി ഓപ്ഷൻ ബി, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡൊമൈൻസ്. ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഫിസിക്കലും സൈക്കോളജിക്കലും മാത്രമായിട്ടുള്ള അസസ്മെന്റും അവിടെ പോസിബിൾ അല്ല. ഇനി ഓപ്ഷൻ സി എന്താണ്? കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡൊമൈൻസ്. കോഗ്നിറ്റീവ് ഡൊമൈനിലും ഫിസിക്കൽ ഡൊമൈനിലും മാത്രമായിട്ടല്ല നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അഫക്റ്റീവ് ഡൊമൈൻ അവരുടെ ഫീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൈക്കോമോട്ടോർ ഡൊമൈൻസിലും നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ അസസ്മെന്റ് ആണ് അല്ലെ. കോഗ്നിറ്റീവ് ഡൊമൈനിലെ കാര്യങ്ങളും അഫക്റ്റീവ് ഡൊമൈനിലെ കാര്യങ്ങളും സൈക്കോമോട്ടോർ ഡൊമൈനിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്റ്റുഡന്റിനെ അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 4 ആണ്. കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is least appropriate for encouraging mathematics learning? എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ആണ് അല്ലെ. ഓപ്ഷൻ എ, മാത്തമാറ്റിക്സ് ലേണിംഗ് ഈസ് നോട്ട് ജെൻഡർ സ്പെസിഫിക്. ഓപ്ഷൻ ബി, ഡിസ്കറേജ് ഇൻറ്റ്യൂഷൻ ആസ് ഇറ്റ് ഹാമ്പേഴ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഐഡിയാസ്. Option C, failure does not imply that students cannot do mathematics. Option D, everyone can learn mathematics. ഇവിടെ ഏതാണ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എൻകറേജിങ്? അത് ഏതാണ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എൻഗേജിങ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഡിസ്കറേജിങ് ഇൻറ്റ്യൂഷൻ അല്ലെ. ഡിസ്കറേജിങ് ഇൻറ്റ്യൂഷൻ ആസ് ഇറ്റ് ഹാമ്പേഴ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഐഡിയാസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following should be characteristics of mathematics language at primary level? പ്രൈമറി ലെവലിലെ മാത്തമാറ്റിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഏതാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് അറ്റ് പ്രൈമറി ലെവൽ. ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. ഓപ്ഷൻ ബി, ഇറ്റ് മസ്റ്റ് ബി ആംബിഗ്യസ് ആറ്റ് ഇറ്റ് ക്യാൻ added openness in the subject. Option C, it should be reinforced through child's language used in everyday life. Option D, it must be highly technical as it will help students to communicate accurately in mathematics. അല്ലെ, എല്ലാം പ്രൈമറി ലെവലാണ്. ഇത് സീറ്റഡ് പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. പ്രൈമറി ലെവലിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അവർ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ. നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസും അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, അതെന്തായിരിക്കണം? പ്രിസൈസ് ആയിരിക്കണം അല്ലെ. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രിസൈസ് ആയിരിക്കണം. അതുകൂടാതെ തന്നെ എവറിഡേ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മാത്തമാറ്റിക്സിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ബാക്കി 2 ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? എയും സിയും ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? എയും സിയും. അങ്ങനെ എയും സിയും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ഓപ്ഷൻ എ ആൻഡ് സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത്, which aspects of evaluation is used when a teacher ensures that test made by her fulfills the objectives and criteria of that test? Option A, reliability. Option B, consistency. Option C, validity. Option B, പ്രാക്ടിക്കബിലിറ്റി. നമ്മൾ ഒരു ടെസ്റ്റിന്റെ അല്ലെ, നമ്മളൊരു ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എങ്ങനെയായിരിക്കണം ടെസ്റ്റ് എന്ന് പറയുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു ടെസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന പേർപ്പസിനാണ്, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് കൊണ്ട് യൂസ്ഫുൾ ഉണ്ടായിരിക്കണം, അത് വാലിഡ് ആയിരിക്കണം, അത് റിലയബിൾ ആയിരിക്കണം അല്ലെ. ഒബ്ജക്ടിവിറ്റി, അതായത് ഒരു പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്നതായിരിക്കരുത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? വിച്ച് ആസ്പെക്ട്സ് ഓഫ് ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് വെൻ ടീച്ചർ എൻഷുവേഴ്സ് ദാറ്റ് ടെസ്റ്റ് മെയ്ഡ് ബൈ ഹെർ ഫുൾഫിൽസ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രൈറ്റീരിയ ഓഫ് ദ ടെസ്റ്റ്. അതായത് നമ്മൾ എന്താണോ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മൾ അവിടെ അസസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഏതാണ് അവിടെ എൻഷുർ ചെയ്യേണ്ടത്? ആ ടെസ്റ്റ് വാലിഡിറ്റി ഉണ്ട് എന്നാണ് അല്ലെ. ആ ടെസ്റ്റിന് വാലിഡിറ്റി ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴാ?
നമ്മളെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു, ആ കാര്യം പഠിപ്പിച്ച കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാവുന്ന സമയത്താണ് നമ്മൾ ആ ടെസ്റ്റ് എന്ത് പറയുന്നത്, വാലിഡിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ടെസ്റ്റ് എന്താണെന്ന് പറയും, വാലിഡിറ്റി ഉള്ള ടെസ്റ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ടെസ്റ്റ് വാലിഡ് ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ്, വാലിഡിറ്റി ആണ്. അടുത്തത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 talks about knowledge of India. Which of the following are not included in it? Option A, field visit to different states as part of cultural exchange programs. Option B, formal examination to assess the knowledge gained by the students. Option C, knowledge from ancient India and its contribution to modern India. Option D, tribal knowledge, indigenous and traditional way of learning as part of various subjects like mathematics, astronomy, medicine and agriculture, etc. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, നോളജ് ഓഫ് ഇന്ത്യ അല്ലെ. നോളജ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ്, നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ്. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ വായിച്ചാൽ തന്നെ അറിയാം അല്ലെ, 3 ഓപ്ഷൻസ് നമുക്ക് ഒരേപോലെ തോന്നും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഫോർമൽ എക്സാമിനേഷൻ എന്നൊരു കാര്യത്തെ പറ്റി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇതിൽ ഓഡ് വൺ ഔട്ട് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ പറ്റി അതിൽ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം അല്ലെ. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് വിസിറ്റ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ് ആസ് പാർട്ട് ഓഫ് കൾച്ചർ എക്സ്ചേഞ്ച് ഇൻക്ലൂഡ് ചെയ്യാം. നോളജ് ഫ്രം ആൻഷ്യന്റ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു മോഡേൺ ഇന്ത്യ അതിനെ കുറിച്ച് പഠിക്കാം. അതേപോലെ തന്നെ ട്രൈബൽ നോളജും ഇൻഡിജിനസ് ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്, ഫോർമൽ എക്സാമിനേഷൻ ടു അസസ് ദ നോളജ് ഗെയിൻഡ് ബൈ ദ സ്റ്റുഡൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, NP നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് പോവാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് CTET-ന് എന്ത് വരുന്നത്, CTET എക്സാമിന് പെഡഗോജി പാർട്ടിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവിടെ തോന്നിയിട്ടുണ്ടാവും എന്താണ്, അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെ വരുന്നില്ല, CTET എക്സാമിന് വരുന്നില്ല. നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 15 മാർക്ക്, പെഡഗോജി പാർട്ടിലെ 15 മാർക്ക് നമുക്ക് അവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ CTET എക്സാമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവും അല്ലെ. എങ്ങനെ ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാം വരുന്നത്, എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ മാർച്ച് മാസം 30-ാം തീയതി പ്രിയങ്ക മിസ് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. ആ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അതോടൊപ്പം തന്നെ അടുത്ത എക്സാം ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജൂലൈ മാസം 7-ാം തീയതിയാണ് അടുത്ത CTET എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ ആ CTET എക്സാമിന്റെ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫറോട് കൂടി നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മെന്റർഷിപ്പോട് കൂടി ആയിരിക്കും, അതായത് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തരും. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. പെഡഗോജി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസിൽ കൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. അപ്പൊ ആ രീതിയിൽ ഡെയിലി വർക്കൗട്ടുകളും ലൈവ് ക്ലാസ്സോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ് നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ് പഠിച്ചു പോകും. ആ ടൈം ടേബിൾ അനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ CTET എക്സാമിന്റെ കോഴ്സ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക്